ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമയുടെ ശാലിനി പറയും ഇത് സത്യമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാണ്. പക്ഷെ അത് ആദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം. അമ്മ ഒഴിവ് പറഞ്ഞതുകൊണ്ടാ അതിപ്പോ സത്യമ്മയ്ക്ക് കിട്ടിയത്. അതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് സത്യമ്മയെ കൊച്ചാക്കാൻ വേണ്ടിയല്ല, അമ്മയ്ക്ക് സത്യമ്മയോടുള്ള സ്നേഹത്തിന് പുറത്തു വന്നത്. ഭാമയ്ക്ക് ഹോ, അപ്പൊ നിന്റെ അമ്മ കഴിച്ച് ബാക്കി വെച്ചത് ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനാണോ? നീ ഇപ്പൊ ഈ പിള്ളേരും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി ഒരു ലോണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സത്യമ്മയെ വിലക്കെടുക്കാൻ വന്നിരിക്കും. അത് നിനക്കും സാധിക്കില്ല, നിന്റെ കൂടെ വന്നാ നീ തള്ളയ്ക്കും സാധിക്കും. സത്യാമ്മ ഒതുക്കാനും അടക്കി നിർത്താൻ ശാലിനിക്ക് സങ്കടം ദേഷ്യം വരും. ശാരദമ്മയോട് പറയും, ഞാൻ പറഞ്ഞില്ല അമ്മേ, ഇങ്ങനൊരു വരവ് തന്നെ വേണ്ടെന്ന്. എനിക്കറിയാം, എത്രയൊക്കെ പഠിച്ചാൽ എത്രയൊക്കെ സൂചനകൾ തന്നിൽ പഠിപ്പിക്കാൻ നോക്കിയാലും സത്യാമ്മ പഠിക്കില്ല. അമ്മ പോവാം എന്ന് പറഞ്ഞ് കുട്ടികളെയും വിളിച്ച് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോ രാഘവേട്ടൻ മോളെ വിളിക്കും. അപ്പൊ ബാമ പറയും, നിക്ക്, അപ്പൊ നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണല്ലേ? അത് ഈ വയസ്സാം കാലത്ത് 4 അക്ഷരം പഠിപ്പിക്കാൻ തന്നെ വന്നേക്കുവാണല്ലോ. കുടുംബശ്രീ ലോൺ ശരിയാക്കിയിട്ടുണ്ടെന്ന്. നിന്റെ ജോലിയുടെ വലിപ്പം നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. സത്യഭാമയുടെ അടുത്ത് എടുക്കല്ലേ. നാട് മേടെ തെണ്ടി നടന്ന് തിന്നാലും നിന്റെ അടുത്ത് തന്നെ ഒരു അല്പം വെള്ളത്തിന് പോലും സത്യഭാമ കഴിഞ്ഞിട്ടില്ല. കാരണം സത്യഭാമ അങ്ങനെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയില്ല. രാഘവേട്ടൻ അങ്ങ് സങ്കടാവും. അപ്പോ ശാരദമ്മ പറയും, വേണ്ട സത്യമേ, കാട് കയറി പറയണ്ട, നമ്മൾ പോവാണ്. വന്നു പോയതിലും കുറച്ചു നേരം ഇവരൊന്നും നിന്ന് പോയതിലും സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലേ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. എല്ലാത്തിനും മാപ്പ്. കുട്ടികളോട് പറയും, മക്കളെ പോ, വാ എന്ന് പറഞ്ഞിട്ട് ശാലിനി നടക്ക്. ശാലിനി പറയും, നമ്മളെങ്ങനെ വഴക്ക് പറയാൻ മാത്രം? നമ്മൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് സത്യമ്മയോട് ചോദിക്കണ്ടേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മളിപ്പോ ഒരു കുറ്റവാളികളെ പോലെയാ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നത്. അതിന്റെ കാരണമെങ്കിലും ഒന്ന് അറിയണ്ടേ? അറിഞ്ഞിട്ട് ഞാൻ വരുന്നുള്ളൂ. ശാരദ പറയും, ശരിയാ, നീ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വന്നത് തന്നെ തെറ്റാണ്. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, ഇറങ്ങേ, വണ്ടി കയറാൻ നോക്ക്. സത്യമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, വാ മക്കളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പപ്പി രാഘവേട്ടന്റെ അടുത്ത് പോയിട്ട് പറയും, അച്ഛച്ചാ ഞങ്ങൾ പോവാണ്, പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ് പപ്പിയുടെ നെറ്റിലൊരു ഉമ്മ കൊടുക്കും. അങ്ങനെ പോന്നേരം പപ്പി ഭാമയോടും പറയും, പോട്ടെ സത്യമ്മേ. അപ്പൊ സത്യമ്മ ചിരിക്കുന്നില്ല, മൈൻഡും ചെയ്യുന്നില്ല, മുഖം കനപ്പിച്ച് നിൽക്കണേ. ശാലിനിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നു, കൊടുക്കാനുള്ള ദേഷ്യം. അങ്ങനെ ശാരദാമ്മയും മക്കളും അതുപോലെ ശാലിനിയും രാഘവേട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഓട്ടോ പോയി കഴിഞ്ഞാ ഭാമ അത്ത് പോകാൻ നേരത്തെ രാഘവേട്ടൻ ചോദിക്കും, നീ എന്നാ ഭാമ നന്നാവാനുള്ള ദൈവത്തിന്റെ ഓരോ ശ്രമങ്ങളെ നീ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? എത്ര കുട്ടികളും പഠിക്കില്ല നീയല്ലേ? ഹോ, കഷ്ടം. ഭാമയ്ക്കും നിങ്ങൾ മരുമകളെ കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. സത്യഭാമ സ്വയം വഴി തെളിച്ച് മുന്നോട്ട് പോകുന്നവളാണ്. ഒരാളുടെയും ആശ്രയമില്ലാതെ ജീവിച്ചു കാണിക്കുകയും ചെയ്യും. അതിനൊരാളുടെയും ഔദാര്യം എനിക്ക് വേണ്ട, രാഘവേട്ടന് പോലും എന്ന് പറഞ്ഞകത്ത് പോകുമ്പോ രാഘവേട്ടൻ പറയും, നീ നന്നാവില്ല, ഈ ജന്മം നന്നാവില്ല. ശേഷം ഭാമ അകത്ത് പോയിട്ട് അങ്ങനെ ആ ലോണ് പോയതിലുള്ള സങ്കടമുണ്ട്, എങ്കിലും ഒരുമാതിരി അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു ബാറിലാണ്. രോഹിത് അവിടെ കുടിച്ചൊരു വിധത്തിൽ ഇരിക്കുക. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കുട്ടിക്ക് അവളുടെ അച്ഛൻ ഫുഡ് വാരി കൊടുക്കുമ്പോ അമ്മ കളിയാക്കും, ആൾക്കാർ കാണണ്ട ഇത്ര വലിയൊരു കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്. അപ്പൊ ആ കുട്ടി എന്ത് തർക്കത്തിലും പറയുന്നുണ്ട്. ഇതൊക്കെ രോഹിത് അവിടെ കേട്ടോണ്ടിരിക്കുക. അമ്മ പറയുന്നൊന്നും മോള് കേൾക്കണ്ട, മോള് കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവര് പറയും, ഇത് തന്നെയാ ഞാനും പറഞ്ഞത്, അമ്മ പറയുന്നൊന്നും കേൾക്കണം, പിന്നെ എങ്ങനെയാ മോളെന്നെ അനുസരിക്കുന്നത്? മോള് കാര്യക്കണ്ട, മോക്കിന് എന്താ വേണ്ടത്? അപ്പൊ ആ കുട്ടി പറയും, ഐസ്ക്രീം. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന രോഹിത് പറയും, വാങ്ങിച്ചു കൊടുക്കടോ എന്നിട്ട് കൊഞ്ചിക്ക്. കുടിച്ചിലൊക്കെ ഇട്ട് അങ്ങോട്ട് വരും, എന്താ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? എന്നിട്ട് ശരിക്കും കൊഞ്ചിക്കടോ. നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ട് കൊഞ്ചി. ലോകത്തുള്ള സകല അച്ഛന്മാരും ഇങ്ങനെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മക്കളെ അങ്ങ് സ്നേഹിക്കും. അത് കഴിയുമ്പോ തന്റെ പെണ്ണുങ്ങളെ ഉണ്ടല്ലോ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തും. ഈ ഇരിക്കുന്ന കൊച്ച് തന്റെ എല്ലാം ഒരു പ്രവചനം. ഇത് കേൾക്കുന്നതും അയാള് ദേഷ്യത്തില് രോഹിത്തിന്റെ കഴുത്തിന് കയറി പിടിക്കും. പെണ്ണിത്തരം പറഞ്ഞാലുണ്ടല്ലോ ആ കുട്ടി ആകെ പേടിക്കും. അപ്പൊ രോഹിത് പറയും, അല്ലെങ്കിൽ ചേച്ചിയോട് ചോദിച്ചു വെക്കും കൊച്ചിന്റെ തന്റെ അറിയണമെന്നേ. അപ്പൊ പറയും, ചേട്ടനല്ല എന്താടാ പറഞ്ഞത് എന്ന് വെച്ച് ഷർട്ടിനെ അമർത്തി പിടിക്കുമ്പോ, ചേട്ടൻ പിടിയിട്, ഞാൻ പറയുമ്പോ ഞാനീ പറഞ്ഞതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സത്യങ്ങൾ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ കൊച്ച് എന്റെ അല്ലാന്ന്. പിന്നെ ഈ ചേച്ചി പറയില്ലേ ചേട്ടന്റെ കൊച്ച് ചേട്ടന്റെ അല്ലാന്ന്. അവരാണെങ്കിൽ പേടിച്ചിട്ടുണ്ട്. അയാൾ പറയും, അനാവശ്യം പറയുന്ന. അപ്പോഴേക്കും അതിന്റെ ഓണർ അങ്ങോട്ട് വരും. അതിൽ ആ ചേച്ചിക്കും, ഇവിടെ വരുന്നവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കള്ളുകുടിയന്മാരൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? അപ്പോഴും രോഹിത് പറയും, ചേട്ടാ എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യം ചേട്ടൻ ഒന്ന് തിരക്കി നോക്ക്, തിരക്കി ഇപ്പൊ തന്നെ വിവരം അറിഞ്ഞാൽ രക്ഷപ്പെടാം. ആ കുട്ടിയാണെങ്കിൽ പേടിച്ച് ആ കുട്ടീന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലും. രോഹിത് അപ്പോഴും പറയും, ഈ ചേച്ചിയെ കണ്ടാലേ അറിയാം എന്റെ ഭാര്യയെ പോലെ പേരും കളിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചു ചേട്ടനും അല്ല. അതിലയാള് ദാ എന്ന് പറഞ്ഞ് തല്ലാൻ കഴിയുമ്പോ സത്യം പറയുമ്പോ തല്ലാണ്. അപ്പൊ അയാൾ നിന്നെ ഞാൻ കൊല്ലും, എന്റെ കൊച്ചു എന്റെ അല്ലാന്ന് പറയാൻ നീ എന്ന് പറഞ്ഞ് പിടിക്കുമ്പോ കൈ എടുക്കണോ എന്ന് പറഞ്ഞ രോഹിത് തട്ടി മാറ്റി. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. സത്യം പറഞ്ഞാൽ സത്യം പറയുന്നവന് തല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കളികളാ. അതിലാ ഓണർ, തനിക്ക് എന്താടോ വട്ടാണോ? തന്റെ ഭാര്യ അങ്ങനെയാണെന്ന് കരുതി ലോകത്തുള്ള എല്ലാവരുടെയും ഭാര്യമാർ അങ്ങനെയാണെന്നാ? ഇനി താൻ ഇവിടെ ഇരുന്ന് ഒച്ച വെച്ചാലുണ്ടല്ലോ താൻ ഇവിടെ കിടന്ന് ഉരുളും. അപ്പൊ രോഹിത് ആളുടെക്കും തന്റെ വീട്ടില് തന്നെ അച്ഛാന്ന് വിളിക്കുന്ന കൊച്ച് തന്റെയാണെന്നുള്ള കാര്യത്തില് തനിക്ക് വല്ല ഉറപ്പുണ്ട്.
അപ്പൊ അയാൾക്കും ദേഷ്യം വരും, അയാളെ അടിക്കണം കൈവങ്ങുന്നു. ശേഷം അവിടെയുള്ള സ്റ്റാഫിനെ വിളിച്ച് രോഹിത്തിനെ പുറത്താക്കാനായിട്ട് പറയും. അവര് പിടിച്ചു വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. രോഹിത്ത് പോകുന്നില്ല. ഇയാളാണെങ്കിൽ അപ്പൊ ഭാര്യയെ നോക്കുമ്പോ അവരാണെങ്കിൽ പേടിച്ച നിൽക്കണം. അപ്പോഴായിരിക്കും ലോറിയിൽ വിഷ്ണു അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച കാണുന്ന വിഷ്ണു ലോറി നിർത്തി ഓടിച്ചെല്ലും. ഇതേ സമയം രോഹിത്തിനെ അവരെല്ലാം പിടിച്ചു വെക്കണേ. ഹോട്ടലിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു. ഈ സ്ഥാപനം പൂട്ടിക്കാനാണോ? ആരാടാ തന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞ് അടിക്കാനാകുമ്പോഴേക്കും വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ വിഷ്ണു ഒന്ന് പിടിച്ചു വെച്ച് മാറ്റുകയാണ്. എനിക്കറിയാൻ ആളാ, സുഖമില്ലാത്തോണ്ടാ വിട്ടേ. അപ്പൊ അവര് പറയും അവന്റെ സൂക്കേട് മാറ്റം ഞങ്ങൾക്ക് അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അതിന് വിഷ്ണുക്കും എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരുടെ തല്ലുകൊള്ളുന്നേ? അപ്പൊ രോഹിത് പറയും നീ ഒറ്റൊരുത്തൻ കാരണാ ഞാൻ ഇങ്ങനെയത്. ചതിയനാ നീയൊക്കെ. അപ്പൊ വിഷ്ണു പറയും രോഹിത്തെ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ രോഹിത് പറയും എന്നെ എവിടെ കൊണ്ടാക്കാൻ? എനിക്കങ്ങനെ പറയാൻ വീടുണ്ട്, കുടുംബമുണ്ടോ, സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ആരെങ്കിലും? എനിക്കതുകൊണ്ട് എങ്ങോട്ടും പോവാം, എങ്ങോട്ടും വേണമെങ്കിലും നടക്കാം, ഇവിടെ ആരും ചോദിക്കില്ല. വിഷ്ണു പറയും നീ വന്നേ. ശ്യാമ എവിടെ എന്ന് പറയുമ്പോ രോഹിത് കൈ തട്ടി മാറ്റിയിട്ട് തൊട്ടു പോകരുത്. ഏത് ശ്യാമ? എന്റെ ജീവിതം തകർത്തിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നോ? എനിക്ക് ആരുടെയും സഹതാപമൊന്നും വേണ്ട, പ്രത്യേകിച്ചും നിന്റെ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിലേ അത് നിന്നെയാണ്. ഇത് കേൾക്കുമ്പോ വിഷ്ണു ആകെ ഷോക്കായി പോകും. ഞാൻ എവിടെയെങ്കിലും കിടന്ന് ചത്തു ഒടുങ്ങിയാൽ എന്റെ ശവം പോലും കാണാൻ നീ വന്നേക്കരുത്. വിഷ്ണു ഇതെല്ലാം കേട്ട് ഷോക്കായി നെട്ടിലോടെ ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കി നിൽക്കുമ്പോ ഇങ്ങോട്ട് സുസ്മിത വരിക. രോഹിത് നീ എന്ത് ഈ കാണിക്കുന്നത്? നിനക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ? രോഹിത് പറയും അതെ ഭ്രാന്താ, എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. പോയിക്കോ, എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട, എല്ലാം ചതിയന്മാരാ. അപ്പോഴേക്കും അവിടെ കൂടി നിന്നവരൊക്കെ പോകും. അപ്പൊ സുസ്മിത പറയും നോക്ക് രോഹിത്തെ, നിന്നെ ചതിച്ച് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞൊരുത്തനാക്കി കാണിക്കുന്നു പറഞ്ഞത് ഈ സുസ്മിതയാ. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്ന് വിഷ്ണുവിനെ നോക്കി പറയും. വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തിലാ സുസ്മിതയെ നോക്കുന്നത്. ഇങ്ങനെ കുടിപ്പിച്ച ആളെ ഇല്ലാതാക്കുന്നതാണോ നിന്റെ നന്നാക്കല്? അപ്പൊ രോഹിത് പറയും ദാ ഞാൻ കുടിക്കുന്നത് എന്റെ ക്യാഷോ, ഇനി മേല ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്നെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് വന്നാ ദേ ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. വിഷ്ണുവിനോടാ പറയുന്നത്. സുസ്മിത രോഹിത്തെ നീ ചെന്ന് വണ്ടി കയറ്. ചെല്ല്, ഇവനൊക്കെ നിന്റെ നാശം കാണാൻ വേണ്ടി വരുന്നതാ, ചെല്ല്. അപ്പൊ വിഷ്ണു പറയും ആരുടെ കൂടെ കൂടിയപ്പോഴാ നീ ഇത്രയ്ക്ക് നശിച്ചു തുടങ്ങിയെന്ന് നീ മനസ്സിലാക്കിക്കോ. പക്ഷെ അന്ന് നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഈ ജീവിതം തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല രോഹിത്തെ. രോഹിത് പറയോ ഞാനേ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, നിന്റെ ഒരു സംരക്ഷണം എനിക്ക് വേണ്ട, പാടാർന്നേ നീ നിന്റെ പാട് നോക്കി പോടാ, ഒരു സംരക്ഷകൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ് രോഹിത് അവിടുന്ന് പോവാണേ. ഈ സമയം സുസ്മിത പറയും വിഷ്ണു ഇത് കലിയുടെ വിളയാട്ടോ, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുക കണ്ടിട്ട് ഇത് അവസാനിക്കൂ, അതുവരെ പല കാഴ്ചകളും നിനക്ക് കാണേണ്ടി വരും, കരുതിയിരുന്ന നീ. സുസ്മിതയാ പറയുന്നത്. സുസ്മിത എന്ന് പറഞ്ഞ് സുസ്മിത അവിടുന്ന് പോകും. വിഷ്ണുവിനെ സുസ്മിത പോകുന്നത് ദേഷ്യത്തിൽ നോക്കി നിൽക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി സത്യഭാമയുടെ വീട്ടിലെ ഭാമ വിഭവസമൃദ്ധമായ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാഘവേട്ടന് വിളമ്പി കൊടുക്കും. രാഘവേട്ടൻ ഇരിക്കാൻ പറയുമ്പോ ഞാൻ വിഷ്ണു വന്നിട്ട് ഇരിക്കും. രാഘവേട്ടൻ പറയും അവനുള്ളത് അടച്ചു വെച്ചാ പോരെ, അവൻ വന്ന് എടുത്ത് കഴിച്ച് കിടന്നുറങ്ങിക്കോളും. അപ്പൊ ഭാമ പറയും അത് വേണ്ട, ബിരിയാണിയെ അവന് വലിയ ഇഷ്ടം, അതെനിക്ക് തന്നെ അവന് വിളമ്പി കൊടുക്കണം എന്നൊരാഗ്രഹം. രാഘവേട്ടൻ പറയും എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഭാമ, 2 ദിവസം മുമ്പ് അവന്റെ ക്യാഷ് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവന് നേരെ തുള്ളിച്ചാടിയ ഭാമ തന്നെയാണോ അവന് വേണ്ടി ഇപ്പൊ ബിരിയാണിയും കരുതി കാത്തിരിക്കുന്നു? പല മുഖങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പല രീതിയിൽ ഇങ്ങനെയൊക്കെ കഴിയാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഭാമറൻ എനിക്ക് അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതില് കുറച്ച് വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ, അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് തന്നെയാ ഈ ബിരിയാണിയും വെച്ചുള്ള ഈ കാത്തിരിപ്പ്. എന്റെ മോനല്ലേ, അവൻ എന്നോട് ക്ഷമിച്ചു, എത്ര രാത്രിയായാലും അവൻ വന്നിട്ട് ഞാൻ കിടക്കും. രാഘവേട്ടൻ ചോദിക്കും അവനിത് കഴിക്കാൻ മനസ്സില്ലെങ്കിൽ നീ എന്ത് ഈ ബിരിയാണിയും കൊണ്ട് നീ ഇവിടെ കാത്തിരിക്കത്തല്ലേ ഉള്ളൂ? ഞാനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല. എന്റെ ക്യാഷ് വേണ്ട, എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണം എന്ന് അവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവനെ എങ്ങനെ തെറ്റി പറയാൻ പറ്റും ബാമേ? അത്രത്തോളം മനസ്സ് വിഷമിച്ചാ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ബാമോറി രാഘവേട്ടാ ഇനി അതും ഇതും പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കില്ല കേട്ടോ, എന്റെ കുഞ്ഞിനെ എന്നോട് വഴക്കിട്ട് പോകാനൊന്നും സാധിക്കില്ല, അതെനിക്ക് ഉറപ്പാ. രാഘവേട്ടൻ പറയും ആ ഉറപ്പ് തന്നെ ബാമയെ നിന്റെ പരാജയം. ശരിക്കും പറഞ്ഞാ നിന്നെ എല്ലാവരും അങ്ങ് സഹിക്കുകയാണ്. അത് കേൾക്കുമ്പോ ബാമ ഞെട്ടും. രാഘവേട്ടൻ പറയും ഇന്ന് ശാലിനിയും ശാലിനിയുടെ അമ്മയും കുട്ടികളും കൂടെ ഇവിടെ വന്നു. ആ കുട്ടികൾക്ക് ഒരല്പം മധുരമൊക്കെ കൊടുത്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞയക്കുന്നതിന് പകരം നീ എന്തുവാ ചെയ്തത്? അവരെ കണ്ണീരോടെ ഇവിടുന്ന് ഇറക്കിയിട്ടു. നിന്നെ സഹായിക്കാനും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ട് അവരിങ്ങോട്ട് വന്നത്. അവരിങ്ങനെ ഇവിടെ വന്നിട്ടില്ലെങ്കിലും അവരോട് ഒരാൾ പോലും ചോദിക്കാൻ പോകുന്നില്ല. സത്യഭാമയും ഭർത്താവും മോനും കൂടെ വീട് മാറി താമസിച്ചിട്ട് നിങ്ങൾ എന്താ പോവാന്നെന്ന് ചോദിക്കൂല. ഇത് നമ്മളോട് അവർക്കുള്ള വീടുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം വന്നത്. സാമാന്യ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ കുട്ടികളെയെങ്കിലും വിളിച്ചു നകത്തിരുത്തി ഒരു ചായ തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു ഈ വീട്ടിലെ ഗൃഹനാഥയായ നീ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? നിന്റെ പേരക്കുട്ടി അടക്കം ഒന്നും കൊടുക്കാതെ നീ ഇറക്കിയിട്ടു. അപ്പൊ വാമാറി അത് പിന്നെ എന്നെ കൊച്ചാക്കാനും അപമാനിക്കാനും ഞാൻ സഹിക്കത്തില്ല. അല്ല നിങ്ങൾ ഞാൻ വെച്ച് പുളിഞ്ചി ഉച്ചയ്ക്ക് കൂട്ടിയല്ലോ, അതിലെന്തെങ്കിലും തരത്തിൽ എരിവ് കൂടിയതിന്റെ കുത്തലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. രാഘവേട്ടൻ ഒന്നും മനസ്സിലാതെ നിൽക്കുക. അങ്ങനെ ബാബു പറയും പക്ഷേ ശാരദയ്ക്ക് തോന്നി. അപ്പൊ രാഘവേട്ടന്റെ കാര്യം മനസ്സിലായി.
അതിന് ചെറിയ കുത്തലുണ്ടെന്ന്. കുത്തലുള്ളത് ശാരദയ്ക്കാ എന്നോട്. അപ്പോ രാഘവേട്ടൻ പറയും, ഈ രീതിയിലാണ് നീ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ മാത്രം നിന്നോടൊപ്പം കാണും ബാമേ. കാരണം എന്നെ പോലെ നിന്നെ സഹിച്ചു നിൽക്കാനുള്ള ക്ഷമയും മറ്റുള്ളവർക്ക് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഘവേട്ടൻ കൈ വാഷ് ചെയ്യാനായി പോയി. എങ്കിലും കാര്യഗൗരവമായ ജീവിതത്തെ കണ്ട് ചിന്തിച്ചും കുറവുകൾ ഉൾക്കൊണ്ട് നീ ജീവിക്കാൻ ശ്രമിക്കേ, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ ബാമേ. അപ്പൊ ബാമ പറയും, ഹോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കും. ഇല്ലെങ്കിലേ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോഴും ബാമ പറയും, ആയിക്കോട്ടെ, ആരും വേണ്ട എന്റെ കൂടെ. എന്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ അറിയാം, അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ബാമയോട് രാഘവേട്ടൻ പറയും, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിക്കണമെങ്കിൽ വിഷ്ണു തന്നെ വന്ന് കഴിക്കണം. അതിന് അവന്റെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയല്ല നിന്റെ ഇഷ്ടം. ഇതൊക്കെ എത്ര പറഞ്ഞിരിക്കുന്നു, ആര് കേൾക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവേട്ടൻ അവിടുന്ന് പോവാണ്. ഹോ, ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് മാമ അവിടെ ഇരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശാലിനിയും കുട്ടികളും കൂടെ ഭാമയുടെ വീട്ടിൽ പോയപ്പോ ഭാമ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കണേ. നിന്റെ അമ്മ കഴിച്ചതിന്റെ ബാക്കി കഴിപ്പിക്കാനാണ് ഇനി ഇങ്ങോട്ട് വന്നത്. അപ്പൊ അങ്ങോട്ട് ശാരദാമ്മ വന്ന് അടുത്ത് നിൽക്കും. ആ നൃത്തം കാണുമ്പോ ശാലിനിക്കും എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ രോഹിത്തിന്റെ ഈ പോക്ക് നമ്മളെ കൊണ്ട് എന്താ മോളെ ചെയ്യാൻ പറ്റുക? കണ്ടില്ലെന്ന് പറഞ്ഞിങ്ങനെ കണ്ണടിച്ചു വിടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഷാനയുടെ ജീവിതമല്ലേ അവനിങ്ങനെ പന്ത് തട്ടുന്ന പോലെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാലിനി പറയും, രോഹിത്തിന് മുന്നില് നമ്മൾ എല്ലാവരും തെറ്റുകാരാണമ്മേ. അതിനെ പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാനാവില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇതിന് മാറ്റം വരണമെങ്കിൽ അതിനെ ക്ഷാമ തന്നെ വിചാരിക്കണം. ശാരദാമ്മയ്ക്കും ക്ഷാമയെ പോലും വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവനെ ഇനി എന്ത് മാറ്റം വരാനാണ്? അവനൊക്കെ നിയന്ത്രിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും മറ്റു ചിലരൊക്കെയാണല്ലോ. അവര് ഒതുക്കി കൊടുക്കുന്നതല്ലേ അവൻ ചൊല്ലു. ഈ സമയം പപ്പിയായിട്ട് എന്റെ വഴക്കിട്ട് ക്ഷാമ അങ്ങോട്ട് വരുന്നുണ്ട്. ചെല്ലു പപ്പി, നിന്നോട് ഹോംവർക്ക് ചെയ്യാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ, ഇല്ല ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹോംവർക്ക് ചെയ്യില്ല. ക്ഷാമയ്ക്ക് ദേഷ്യം വരുതേ, അവിടെ സത്യം ഇരുന്ന് ചെയ്യുന്നുണ്ട്, അതുപോലെ നിനക്കിരുന്ന് ചെയ്താൽ എന്താ? പപ്പി പറയും, എന്റെ ഹോംവർക്ക് എന്നും എനിക്ക് ചെയ്തു തരുന്ന എന്റെ അച്ഛൻ വന്നിരുന്ന് ഹോംവർക്ക് ചെയ്തു തന്നാലേ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഇത് കേൾക്കുമ്പോ ക്ഷാമയ്ക്ക് അങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരണേ. അതും പറഞ്ഞ പപ്പി അവിടെ ഇരിക്കും. മോളെ എന്ന് ശാരദാമ്മ വിളിക്കുന്നുണ്ട്. ക്ഷാമ പറയും, കണ്ടില്ല ഇവളുടെ വാശി, അമ്മയും വേണ്ട മോളെയും വേണ്ടെന്ന് പറഞ്ഞ് നടക്കും. ഇവളുടെ അച്ഛനെ ഞാൻ എന്ത് പറഞ്ഞു കൊണ്ടുവരാനാ? ഞാൻ വിളിച്ചാൽ തന്നെ നീ വരുവോ? അപ്പൊ ശാരദാമ്മ പറയും, മോളെ പപ്പി വാശി പിടിക്കല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ അച്ഛനെ ശാരദാമ്മ കൊണ്ടുവരും. മോളിപ്പോ പോയി ഹോംവർക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ ടീച്ചർ വഴക്കുറയില്ല. മോളെ മാത്രമല്ല, ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ ഫോണിൽ വിളിച്ച് അമ്മേനെ ഞങ്ങളൊക്കെ വഴക്കുറയും. ചിലപ്പോ സ്കൂളിലേക്ക് വിളിപ്പിക്കും. എന്തിനാ ഞങ്ങളൊക്കെ വെറുതെ സ്കൂളിലേക്ക് വിളിച്ച് ചീത്ത ഏൽപ്പിക്കുന്നത്? നല്ല കുട്ടിയല്ലേ, ചെന്ന് നല്ല കുട്ടിയായിട്ട് ഹോംവർക്ക് ചെയ്യും. പപ്പി വാശി പിടിക്കുക, ഇല്ല അച്ഛൻ എടുത്ത് വരാതെ ഞാൻ ചെയ്യില്ല, എനിക്കെന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ ഷാമിക്ക് സങ്കടാവുന്നുണ്ട്. ഷാമിക്ക് ദേഷ്യം, ഏതച്ഛനാ, നിനക്ക് അങ്ങനെ ഒരു അച്ഛനില്ല എന്നിങ്ങനെ പപ്പിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പറയുമ്പോ ശാരദാമ്മയും ശാലിനിയും ഞെട്ടിപ്പോയി. അയാളുടെ കാര്യം നോക്കി ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാണ് ജീവിക്കാൻ പോകുന്നത്. ഇനി മേലുള്ള അച്ഛന്റെ കാര്യം ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ. പപ്പി പറയും, ഞാൻ പറയും, എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ ഷാമിക്ക് ദേഷ്യം വരും. നീ എന്താ പറയുന്നേ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും തല്ലുമ്പോ ശാലിനി അങ്ങ് ഞെട്ടിപ്പോവും. ശാരദാമ്മ വേഗം പിടിച്ചു മാറ്റി വെക്കാനേ. ശാലിനിക്ക് കുത്തുകൊണ്ടതൊക്കെ അല്ലേ, എഴുന്നേൽക്കാനൊന്നും വയ്യ, എന്നാലും വേഗം എഴുന്നേറ്റ് ഷാമേ എന്ന് വിളിക്കുമ്പോ ഷാമി നിർത്തും. ശാരദാമ്മ മോളെ ചേർത്ത് പിടിച്ചിട്ടേക്കും, ഇത്തിരി പോകുന്ന കുഞ്ഞിനോടാണ് നീ നിന്റെ ദേഷ്യം കാണിക്കുന്നത്? ശാരദാമ്മ പപ്പിയുടെ പോട്ടെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോ പപ്പി പൊട്ടിക്കറിയാ. ശാലിനിക്കും, എന്താ ഷാമി നീ കാണിക്കുന്നത്? എന്തിനാ മോളെ തല്ലുന്നത്? അപ്പൊ കുഞ്ഞു ചിവളി പറയുന്നൊന്നും കേട്ടില്ലേ? ഈ രാത്രിയില് ഞാൻ എവിടെ പോയി വിളിച്ചോണ്ട് വരാനാ ഇവളുടെ അച്ഛനെ? അതിനുശേഷമുള്ള പ്രമോല് കാണിക്കുന്നത് ശാലിനി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോ വിഷ്ണു അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ, നൈറ്റ് ഡിന്നറും എന്നൊക്കെ പറഞ്ഞ ശാലിനി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണേ. വെറുതെ അല്ല, വിഷ്ണുന്റെ ലോറിയിൽ അവര് പോകുന്നത്. ലാലേട്ടൻ പറയുന്ന ആ ഒരു മാതള നാരങ്ങയുടെ ആ റൊമാൻറ്റിക് ഡയലോഗും വിഷ്ണു ശാലിനിയോട് പറയണേ. ശേഷം ശാലിനി അവിടുന്ന് കോരിയെടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയിട്ടും അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി ആ ലോറിയിൽ ഇങ്ങനെ അവരുടെ പ്രണയയാത്ര തുടരുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഇതിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്